അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനം എത്തിയല്ലേ? കാത്തിരുന്ന സാധനം എത്തി. കൊള്ളാം. ചെറിയ ബോക്സ് ആണോ? ചെറിയ ബോക്സാ. ഏകദേശം ഒരു 1.5 വെയിറ്റ് വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും നമ്മുടെ ഒരാഴ്ചത്തെ ഉറക്കം അല്ലേ കെടുത്തിയ സാധനം എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ബോക്സിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഒരു സ്പെഷ്യൽ സാധനം അല്ലേ? സ്പെഷ്യൽ സാധനം. നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്തതിനു ശേഷം എടുത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്പെഷ്യലാണ്. നമുക്ക് താമസിക്കണ്ട. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് കണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഇതാട്ടോ ആർസിയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുറന്നു നോക്കാം. അതിനകത്ത് എന്തെങ്കിലും നോക്കാം. തുറക്കുമ്പോൾ തന്നെ വണ്ടി ഈ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടോ. അടിപൊളിയാണ് കാണാൻ. ജസ്റ്റ് വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതാട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ക ഡീറ്റെയിലിംഗ് ആണ്. നമ്മുടെ പഴയ വിൻഡീസിൻ്റെ ആ ജീപ്പ് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുണ്ടോ. FMSൻ്റെ സാധനം ആയതുകൊണ്ട് ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്കയായിട്ടാണ് വണ്ടിയുടെ ഫിനിഷിങ് കാര്യമെല്ലാം വരുന്നത്. അതെ ഇവിടെ നമുക്ക് ആ ഗ്ലാസ്സൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അടിപൊളിയായിട്ടാണ് ഡീറ്റെയിലിംഗ് ചെയ്തേക്കണേ. ബമ്പറൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് മെറ്റൽ ബമ്പർ പോലെ തന്നെ കേട്ടോ ഇരിക്കുന്നത്. ടയറൊക്കെ ആണെങ്കിൽ നല്ല പക്കയാണ് ഉണ്ടോ. നമ്മുടെ ആ പഴയ ആ ഒരു വണ്ണം കുറഞ്ഞ ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ അതേപോലെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ക ഡീറ്റെയിലിംഗ് ആണ്. സീറ്റും കാര്യങ്ങളും എല്ലാം എന്തെങ്കിലും പക്കയായിട്ടാണ് ചെയ്തേക്കണം കേട്ടോ. ഇത് 1/12 സ്കെയിലിൽ വരുന്ന RC ആട്ടോ. അപ്പോൾ 1/12 എന്ന് പറഞ്ഞാലും അത്യാവശ്യം ആ ഒരു എന്താ പറയുക ഡീസൻറ്റ് സൈസാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസൊക്കെ കേട്ടോ. കാരണം കയ്യിലൊക്കെ കൊണ്ടുനടക്കാം. വെയിറ്റും കാര്യങ്ങളൊക്കെ ഒരു കറക്റ്റാണ്. ഒരു ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയുടെ അടിഭാഗം ഉണ്ടോ അപ്പോൾ പക്ക ഡീറ്റെയിലൊക്കെ ശരിക്കും നമ്മുടെ ജീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടിയിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മുടെ ആ ഹൗസിങ്ങും കാര്യങ്ങളെല്ലാം പോയേക്കണം. പക്കയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതേപടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് സസ്പെൻഷനൊക്കെ ഉണ്ടോ. ഇത് കറക്റ്റ് നമ്മുടെ ലീഫ് പ്രിൻ്റ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് പക്ക ഒറിജിനാലിറ്റി ജീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തത് കേട്ടോ. ഇത് പെട്ടിക്കകത്ത് റിമോട്ട് വരുന്നുണ്ട് കേട്ടോ. റിമോട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്. കുഞ്ഞ റിമോട്ടാണ്. കയ്യിലൊക്കെ പെട്ടെന്ന് തന്നെ ഒതുക്കി നമുക്ക് പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. ഇത് പെട്ടിക്കകത്ത് ഇത്രയൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ചാർജറിൻ്റെ കണക്ടറും ചെറിയൊരു ടൂളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ വണ്ടിയുടെ പക്ക ഡീറ്റെയിൽഡ് റിവ്യൂസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചാനലിലൂടെ പുള്ളി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളോടെ ഞാനത് നമ്മുടെ ചാനലിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ബ്രോങ്കോയും അതുപോലെ തന്നെ വില്ലീസും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എങ്ങനെയുണ്ടെന്ന് പക്കയായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഡ്രൈവിംഗ് വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.